അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആനുകാലിക സംഭവങ്ങൾക്ക് അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻസ് നൽകി അത്രയും കൊണ്ട് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മുടെ PSC ഇപ്പോൾ നമ്മൾക്ക് പരീക്ഷകളിലെ ചോദ്യങ്ങൾ വരുന്നതും അത് തന്നെ റാങ്കിൻ്റെ ഒരു പ്രത്യേക ഭാഗം നിർണ്ണയിക്കുന്നുണ്ട് ആ ഒരു ആനുകാലിക വിഷയങ്ങൾക്ക്. അപ്പോൾ ഈ ആനുകാലിക വിഷയങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഏതെന്ന് പറയാം, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇലക്ട്രൽ ബോണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആ പരിധികൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ള രീതിയിലേക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. നമ്മുടെ പരീക്ഷയുടെ നിലവാരം എങ്ങനെയാണ് അതിലേക്ക് അറ്റൻഡ് ചെയ്യേണ്ടുന്ന വിധത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ്. നമ്മളതേ അറിയേണ്ട കാര്യമുള്ളൂ. പിന്നെ പണ്ട് ചോദിക്കുന്ന ചോദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പായിരുന്നു. അപ്പോൾ അത് എന്താണ്, ഏതാണ്, ഇന്നതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം മതിയായിരുന്നു അത് അവതരിപ്പിച്ചു തന്നെ. പക്ഷേ ഇപ്പോഴത്തെ ചോദ്യത്തിൻ്റെ നിലവാരം അനുസരിച്ച് ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടത് കൊണ്ട് ചില ഭാഗങ്ങൾ നമുക്ക് ഡീറ്റെയിലിങ് കൂടുതലായിട്ട് പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ പ്രസ്താവനാ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം എഴുതുക എന്നുള്ള ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ളൊരു രീതിയിലല്ലാതെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇലക്ട്രൽ ബോണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ആനുകാലിക വിഷയങ്ങളൊക്കെ എല്ലാവരും കേട്ടൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചേ. എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞേ. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പിരിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് എന്തെന്ന് പറയാം, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പിരിക്കുന്നതിലേക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് എന്നാണ് വന്നത്, അതിൻ്റെ പിന്നിട്ട നാൾവഴികൾ, അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാണ് വന്നത്, എന്തായിരുന്നു ധനകാര്യ ബില്ലായിട്ടായിരുന്നു അവതരിപ്പിച്ചത്, എവിടെയാണ് അത് അവതരിപ്പിച്ചത്, എന്നിട്ട് അത് ഏത് വർഷമാണ്, അത് കഴിഞ്ഞിട്ട് അത് നിലവിൽ വന്നതെന്നാണ്, അത് വന്നു കഴിഞ്ഞിട്ട് അതിന് എന്തൊക്കെ കാര്യങ്ങൾ വന്നു, ഇപ്പോൾ നിലവിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കുറേ കാര്യങ്ങളിൽ കൂടെയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിച്ചേക്കുകയാണ്. അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചേക്കുകയാണ്. നമ്മുടെ DY ചന്ദ്രചൂഡ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡ് നേതൃത്വത്തിലുള്ള 5 അംഗ ഡിവിഷൻ ബെഞ്ചാണ് ഇതിപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണ് അഥവാ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോർപ്പറേറ്റുകളും മറ്റ് സ്ഥാപനങ്ങൾ, കമ്പനികൾ, വ്യക്തികൾ മുതലായിട്ടുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രൽ ബോണ്ട്. ആ ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ സംഭാവനകൾ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മറ്റുള്ളവരൊക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ്, അതിന് ലിമിറ്റ് ഉണ്ടോ, മിനിമം എന്താണ്, അപ്പോൾ അത് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടെ കോർപ്പറേറ്റുകളായാലും ബിസിനസ് സ്ഥാപനങ്ങളായാലും കമ്പനികളായാലും വ്യക്തികളായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുമ്പോൾ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടതില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ കൊടുത്തേക്കുന്നത് എന്ന് വെളിപ്പെടുത്തേണ്ടതില്ല. അതിൻ്റെ ഇടപാടുകാരനായിട്ട് നിൽക്കുന്ന ബാങ്ക് മാത്രമേ ഇതറിയൂ. അപ്പോൾ അത് ഏത് ബാങ്കാണെന്നൊക്കെ നമ്മൾ പുറകെ പഠിക്കും. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പരിധിയുണ്ടോ, എത്ര രൂപ വരെ കൊടുക്കാം, ഇതിനൊരു നിശ്ചിത പരിധിയുണ്ടോ എന്നുള്ളതൊന്നും ഒക്കെയാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതെന്താണെന്ന് അറിയും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതിനൊരു പരിധിയില്ല. പക്ഷെ മിനിമം ഉണ്ട് കേട്ടോ. അതിനൊരു പരിധിയില്ല. ഇത് ആർക്കാണ് പോയേക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എല്ലാ ബാങ്കുകൾ വഴിയും ഇതിനുള്ള ട്രാൻസാക്ഷൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി മാത്രമാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് SBI എന്തു ചെയ്യും, പരമമായ രഹസ്യമായി സൂക്ഷിക്കുകയും പിന്നെ ഇടപാടുകാരൻ അറിയുന്നു, കൈപ്പറ്റിയവരറിയുന്നു, ഇടനിലക്കാരൻ അറിയുന്നു എന്നല്ലാതെ വേറൊരു സംഭവവും ഇതിനെപ്പറ്റി വരുന്നില്ല. അങ്ങനെ വരുമ്പോഴെന്താ, ജനങ്ങളുടെ വിവരാവകാശ നിയമം, ജനങ്ങളുടെ അവകാശം ഇല്ലാതാവുകയല്ലേ, അറിയാനുള്ള അവരുടെ അവകാശം ഇല്ലാതാവുകയാണ്.
അപ്പോൾ അതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ജനങ്ങളുടെ അവകാശമില്ലാതാകുന്നു. മാത്രമല്ല ഈ സംഭാവനകൾ കൊടുക്കുന്ന ധാരാളം സംഭാവനകൾ പരിധിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പൈസയും കാര്യങ്ങൾക്കും ഒന്നും പരിധി കാണത്തില്ല. അങ്ങനെ പരിധി കാണാതാവുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തോന്നായിരിക്കും, ഒരു ക്രോണിക് ക്യാപിറ്റലിസത്തിന്, ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു ഭരണഘടനയുടെ ഒരു പ്രത്യേക രീതിയിലാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ കോർപ്പറേറ്റുകളും ബിസിനസ് സ്ഥാപനങ്ങളും സർക്കാരും തമ്മിൽ പരസ്പരം ധാരണയിലായിട്ട് പരസ്പരം കോംപ്രമൈസിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് കാര്യങ്ങളും നയരൂപീകരണമൊക്കെ നടത്തുന്ന ഒരു പ്രത്യേകതരം സമ്പദ് വ്യവസ്ഥയാണ് ഈ ചങ്ങാത്ത മുതലാളിത്ത വ്യവസ്ഥ, അഥവാ ക്രോണിക് ക്യാപിറ്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലേക്ക് വഴിതെളിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗവൺമെൻറ്റുകൾ, ഈ കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്ക് വരുന്നു. ഈ പർട്ടിക്കുലർ പാർട്ടി രൂപീകരണത്തിലേക്ക് വന്നാൽ, സർക്കാർ ഭരണ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ കോർപ്പറേറ്റ് വാങ്ങിച്ച പൈസകൾക്ക് നമുക്കറിയത്തില്ല, പബ്ലിക്കിന് അറിയുന്നില്ല. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളാണോ ആരാണോ ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തിരിക്കുന്നത്, അവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരാം. അതൊരു ദോഷമല്ലേ? മാത്രമല്ല എത്ര രൂപയാണ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പബ്ലിക് അറിയുന്നില്ല, പൊതുജനങ്ങൾ അറിയുന്നില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു പരിധി വരെ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വ്യക്തികൾക്കൊക്കെ എന്തു ചെയ്യാം? അവരുടെ നയതന്ത്ര രൂപീകരണത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലേ? അപ്പം അവിടെയും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഭരണം സുതാര്യമല്ലാതായി തീരും. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഇതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വ്യക്തികളോ കമ്പനികളോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോ ഒക്കെയുള്ള സംഭാവനകൾ കൊടുക്കാം, പൈസ കൊടുക്കാം. 20,000 രൂപയ്ക്ക് മുകളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്യണം? അത് പരസ്യപ്പെടുത്തണം എന്നുള്ളൊരു സംവിധാനം നമ്മുടെ മുമ്പുണ്ടായിരുന്നു. ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സിസ്റ്റം നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്നു. എന്തു പറഞ്ഞേ? 20,000 രൂപയ്ക്ക് മുകളിലുള്ള സംഭാവന രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ കണക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവയുടെ വരുമാനത്തിൻ്റെ 10% അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 7.5% മാത്രമേ എന്തായിട്ട് കൊടുക്കാൻ പാടുള്ളൂ, സംഭാവനയായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാൻ പാടൂ എന്നുള്ള ചില അവസ്ഥകളിൽ കൂടിയാണ് അന്ന് നിലനിന്നിരുന്നത്. ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ സംജാതമായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ട് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഇപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ വരുമാനത്തിൻ്റെ 10%, ലാഭത്തിൻ്റെ 7.5%, അത്രയും ഒരു ലിമിറ്റ് പറയുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇങ്ങനെ സംഭാവനകൾ കൊടുക്കുന്നത്. മാത്രമല്ല അത് ഇനി 20,000 രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി അത് സ്വീകരിക്കുന്ന പക്ഷം അത് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്നും എത്രയാണെന്നും എന്നൊക്കെയുള്ളത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇതെങ്ങനെയൊക്കെയായിരുന്നു കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ നിലനിന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നിലനിന്നിരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഭേദഗതി വരുത്തിയതിന് ശേഷമാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. മനസ്സിലായോ? അപ്പോൾ ചില നിയമങ്ങൾക്ക് അവർ ഭേദഗതി വരുത്തിയിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA 2010, ദ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട് 2010 FCRA 2010. അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, കമ്പനീസ് ആക്ട് 2013, ഇൻകം ടാക്സ് ആക്ട് 1961. ഇത്രയും നിയമങ്ങൾക്ക് അമെൻമെൻറ്റ് വരുത്തിയതിന് ശേഷമാണ് എന്ത് കൊണ്ടുവന്നത്? ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നത്. ഏതൊക്കെയാണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, ദ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, കമ്പനീസ് ആക്ട്. ഈ 4 ആക്ടുകൾക്ക് അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ടാണ് എന്തു ചെയ്തത്? ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു സംഭവം. ഇത് നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇനിയിപ്പം നിലവിൽ വന്നു, അത് അത്യാവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തി മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു.
അത് കഴിഞ്ഞപ്പോൾ 2024 ഫെബ്രുവരി 15 അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പം ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധി എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ഭരണഘടനാ വിരുദ്ധം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഇത് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട ആരാണ് കൊടുത്തത് എന്ന്, എന്ത് കൊടുത്തു എന്നും, ആർക്ക് കൊടുത്തു എന്നും, ആരാൽ കൊടുത്തു എന്നുള്ളത് ഇടപാടുകാരൻ ഒരാളേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒന്നും ഐഡൻറ്റിറ്റി, സുതാര്യത വ്യക്തമാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്കിതിനെ അജ്ഞാത സംഭാവനാ പത്രം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം തികച്ചും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഇടപാടുകാരനായി നിലനിന്ന ബാങ്ക് ഏതാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇത് വിവരാവകാശ നിയമവിരുദ്ധമല്ലേ? കാരണം എന്താ, പൊതുജനങ്ങൾക്ക് എത്ര രൂപ കിട്ടി എന്നുള്ള, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ നിലവിലുള്ള അവസ്ഥ, ആരുടെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയതെന്നൊക്കെയുള്ള അറിയാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് ഇത് വിവരാവകാശ നിയമ ലംഘനമാണ്. വിവരാവകാശ നിയമ ലംഘനമാണ്. വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണെന്ന് പറയാം. പിന്നെ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ നിയന്ത്രണത്തിലായിരിക്കുമല്ലോ പിന്നീട് സർക്കാരും കാര്യങ്ങളും എല്ലാം. അവരാണ്, ആ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. സോ അത് സർക്കാരിന് മാത്രമായിരിക്കും നേട്ടം. ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കുന്നതിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അവർ പറയുന്ന രീതിയിലല്ലേ ബാങ്കിനും മറ്റുള്ള ഇടനിലക്കാർക്കും ഒക്കെ ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാങ്ങിക്കുന്ന കോർപ്പറേറ്റുകൾക്കും കാര്യങ്ങളോടും ഒക്കെ അവരോടൊക്കെ ഇന്ന പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് വേണമെന്നുള്ള രീതിയിൽ അവർക്ക് സംസാരിച്ചാൽ തന്നെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമവിരുദ്ധമാണ്, സർക്കാരിന് മാത്രമാണ് നേട്ടം കിട്ടുന്നത്. പിന്നെ ഈ ഒരു സംവിധാനം ഏതാണ്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം സംഭാവന എന്നുള്ള രീതിയിൽ കൊടുത്തു എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാദേശിക പാർട്ടിയല്ല, ഈ പാർട്ടികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കൊടുക്കുന്ന പക്ഷം ഇവർക്ക്, ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, കമ്പനികൾ, വ്യക്തികൾ എന്നിവർക്കൊക്കെ നയതന്ത്ര രൂപീകരണത്തിൽ പങ്കുചേരാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഞങ്ങൾ പറയുന്ന പോലെ എന്നുള്ളൊരു രീതിയിൽ അവർ പറഞ്ഞു കഴിയുകയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറാം? കൈക്കൂലി പോലെ ആക്ട് ചെയ്യത്തില്ലേ? ഇതൊക്കെയാണ് അതിൻ്റെ ദൂഷ്യവശങ്ങൾ. മനസ്സിലായോ? അപ്പം അങ്ങനെയും ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുന്നു. പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ചത് ധനകാര്യ ബില്ലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് അതിൻ്റെ കാര്യങ്ങൾ 2017 ബജറ്റിലൂടെ അവതരിപ്പിക്കുന്നു. പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ച ധനകാര്യ ബില്ലാണെന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൻ്റെ എവിടെയായിരിക്കും ഇത് ധനകാര്യ ബില്ല് അവതരിപ്പിക്കാനുള്ള ധനകാര്യ ബില്ല് എവിടെ മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ? ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു പോയിൻറ്റും കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയാണ്. ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത് ധനകാര്യ ബില്ല്. അപ്പം ഇത് ഈ ധനകാര്യ ബില്ലായിട്ട് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. 2017 ബജറ്റിലൂടെ ഇത് അവതരിപ്പിക്കപ്പെട്ടു. അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ഇതിനെ എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അരുൺ ജെയ്റ്റ്ലി. ഇനി ഈ ഒരു സംഭവം ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? അപ്പോൾ വ്യക്തികൾക്ക് കൊടുക്കാം, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, കമ്പനികൾക്ക് കൊടുക്കാം. മനസ്സിലായോ? ഇനി സബ്സിഡിയറി കമ്പനികൾക്ക് കൊടുക്കാം. പക്ഷേ വിദേശ കമ്പനികളാണെന്നുണ്ടെങ്കിൽ വിദേശ കമ്പനികൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ വിദേശ കമ്പനികളിൽ സബ്സിഡിയറി കമ്പനികൾക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ പാരൻറ്റ് കമ്പനി ആയാലും സബ്സിഡിയറി കമ്പനികളായാലും കൊടുക്കാൻ പറ്റും. പക്ഷേ വിദേശ കമ്പനികളാണ് പാരൻറ്റ് കമ്പനിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുകയില്ല. പിന്നെന്താണ്? സബ്സിഡിയറി കമ്പനികൾക്ക് കൊടുക്കാം. അപ്പോൾ എന്താണ് സബ്സിഡിയറി കമ്പനി? ഒരു പാരൻറ്റ് കമ്പനിയാൽ നിയന്ത്രിക്കപ്പെടുന്നതും ഓഹരികൾ 51% മുതൽ 99% വരെയുള്ള കാര്യങ്ങൾ അവരുടെ ഹോൾഡിലുള്ളതുമായപ്പെട്ട കമ്പനികളായിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും 100% ഓഹരിയും സബ്സിഡികളുണ്ടെങ്കിൽ പൂർണ്ണ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സബ്സിഡിയറി കമ്പനികളെന്ന് പറയുന്നതായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആർക്കൊക്കെ ഇവിടെ അതൊരു റെലവൻ്റ് അല്ല. സബ്സിഡിയറി കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ് എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവുക എന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വ്യക്തികൾക്ക് കൊടുക്കാം, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, കമ്പനികൾക്ക് കൊടുക്കാം. പാരൻറ്റ് കമ്പനിയായാലും സബ്സിഡിയറി കമ്പനിയായാലും കൊടുക്കാം. പക്ഷേ വിദേശ കമ്പനികൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. വിദേശ കമ്പനികളാണെന്നുണ്ടെങ്കിൽ വിദേശ കമ്പനികളുടെ ആർക്ക് പറ്റും? സബ്സിഡിയറി കമ്പനികൾക്ക് മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നത്. ഇനി സ്വീകരിക്കാൻ പറ്റുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വീകരിക്കാൻ പറ്റുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വീകരിക്കാൻ പറ്റുകയില്ല.
1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരം എന്താണ് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ ഇത് സ്വീകരിക്കാനുള്ള അവകാശം ഉള്ളൂ. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതാണ് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് ഇത് സ്വീകരിക്കാനായിട്ട് പറ്റും. രാഷ്ട്രീയ പാർട്ടി കമ്പനിയല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ പാർലമെൻ്ററി ബോഡികൾ പഠിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ദേശീയ പാർട്ടി ആവാനുള്ള എന്താണ് വേണ്ടുന്നത്, അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കാനുള്ള നോംസ് എന്തൊക്കെയാണെന്ന് അവിടെ പഠിക്കേണ്ടത്. ആ പോയിൻ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ നമുക്ക് ഇവിടെ അത് കിട്ടുകയാണ്. അതേപോലെ സെയിം ആയിട്ടുള്ളൊരു ചെറിയൊരു ഭാഗം ഇവിടെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 1% ലഭിച്ചാൽ മാത്രമേ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു പോയിൻ്റ് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് എവിടെ പാർലമെൻറ്റിലോട്ടാവാം സംസ്ഥാന നിയമസഭയിലോട്ടാകാം പോൾ ചെയ്ത വോട്ടിൻ്റെ 1% ലഭിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇനി കൊടുക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അവരെ പറ്റിയൊരു ധാരണയിലെത്തി. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ആരാണ് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്, ഇവരുടെ നിന്ന് വാങ്ങിക്കുന്നു, ഇവർക്ക് കൊടുക്കുന്നു. അങ്ങനെ നിൽക്കുന്നത് ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അത് ഒന്നുകൂടി ഞാൻ പറയാം. ആർക്കൊക്കെ കൊടുക്കാം? വ്യക്തികൾക്ക് കൊടുക്കാം, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, കമ്പനികൾക്ക് കൊടുക്കാം, പാരൻറ്റ് കമ്പനി ആയാലും സബ്സിഡറി കമ്പനി ആയാലും കൊടുക്കാം. പക്ഷേ വിദേശ കമ്പനികൾക്ക് പറ്റത്തില്ല. വിദേശ കമ്പനികളുടെ സബ്സിഡിയറി കമ്പനികൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇനി ആർക്കൊക്കെ സ്വീകരിക്കാം എന്ന് പറയുമ്പം എല്ലാ പാർട്ടികൾക്കും പറ്റില്ല. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ഇത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അത് പാർലമെൻ്റ് ആവട്ടെ സംസ്ഥാന നിയമസഭയിലാവട്ടെ, ആ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 1% പ്രസ്തുത രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കള്ളപ്പണം ഇല്ലാതാക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺവേർഷൻ പീരീഡ് ഉണ്ട് മക്കളെ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയുന്നത്, നമ്മൾ ആ 2017 കാലഘട്ടങ്ങളിൽ കറൻസിയിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ഉണ്ട് അവിടെ. 2017, 2018 കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോഴാണ് ഇത് കുറച്ചുകൂടി ജനകീയമായിട്ട് വരുന്നത്. ഇപ്പോഴൊക്കെയാണെങ്കിൽ എല്ലാം അത് തന്നെ. അപ്പോൾ ആ സമയത്ത് എന്തു ചെയ്ത ഈ കള്ളപ്പണമൊക്കെ ഒന്ന് മാറ്റാനുള്ള ഇതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി കൊണ്ടുവന്നിട്ടാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. ഇനി എന്തൊക്കെയായിട്ടുള്ള രീതിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇനി ഇത് 2017 ബജറ്റിൽ അവതരിപ്പിച്ചെന്ന് പറഞ്ഞു. അരുൺ ജെയ്റ്റ്ലിയാണ് അത് അവതരിപ്പിക്കുന്നത്. ഇത് നിലവിൽ വരുന്നത് 2018 നിലവിൽ വന്നു. കറക്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക. 2018 ജനുവരി 2 ഈ സംഭവം നിലവിൽ വരുന്നത്. 2018 ജനുവരി 2 ഇത് നിലവിൽ വന്നത്, ഇലക്ട്രൽ ബോണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാൾവഴികൾ 2017, 2018 എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇനി അടുത്ത 1000, 10,000, 1,00,000, 10,00,000, 1 കോടി മുതലായ രീതിയിലുള്ള തുകകളായിട്ട് ബോണ്ട് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ബോണ്ട് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? 1000, 10,000, 1,00,000, 10,00,000, 1 കോടി എന്നീ ഡിനോമിനേഷൻസ് പോലെ ബോണ്ടുകൾ സജ്ജീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാവട്ടെ, കമ്പനികളാവട്ടെ, വ്യക്തിയാവട്ടെ, വിദേശ കമ്പനികളാണെങ്കിൽ അവരുടെ സബ്സിഡിയറി കമ്പനി ആവട്ടെ, ആരാണോ വരുന്നത് അവർക്ക് ഇതിൽ നിന്ന് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ബോണ്ട് സ്വീകരിക്കുകയും അതിനനുസരിച്ചുള്ള മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഇനി മിനിമം ഒരു സംഭവമുണ്ട് കേട്ടോ. 1000 രൂപയാണ്. 1000 അതിൻ്റെ മിനിമമായിട്ട്. പിന്നെ അപ്പർ ലിമിറ്റ് ഒന്നുമില്ല. എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ബോണ്ടുകൾ എടുക്കും. ഇപ്പോൾ 1 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ അപ്പർ ലിമിറ്റ് അല്ല. 2 കോടി, 3 കോടി, 1 കോടിയുടെ 3 ബോണ്ട് എന്നുള്ള രീതിയിൽ സംഭവം പോയിക്കോളും. പക്ഷേ
1000 എന്തെന്ന് പറയുന്നത് മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം, 2000 രൂപ വരെയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യം വരത്തില്ല. 2000 രൂപയ്ക്ക് മുകളിൽ 2000 രൂപ വരെയുള്ള എമൗണ്ടിന് ഇലക്ട്രൽ ബോണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല, ക്യാഷായിട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഇലക്ട്രൽ ബോണ്ടായിട്ട് വേണ്ട വേറെ ഏതെങ്കിലും മാർഗ്ഗമായിട്ട് റെസിപ്റ്റ് അങ്ങനെയുള്ള മാർഗ്ഗങ്ങളായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം എനിക്കൊരു സംശയം വരുന്നുണ്ട്, ഈ 2000 രൂപ വരെയുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് 1000 മിനിമം ലിമിറ്റായിട്ട് വെച്ചിരിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു സംശയമാണ്. ഇപ്പോൾ 9000 രൂപയാണെന്നുണ്ടെങ്കിൽ 2000 മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എടുത്തു, 9000 വേണ്ടേ, അപ്പോൾ 1000 വരണമല്ലോ, എന്നാലല്ലേ 24 +1 1000, അപ്പോൾ 1000 കൂടി ഉണ്ടെങ്കിൽ 8000 + 1000 അപ്പോഴല്ലേ 9000 ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മിനിമം ലിമിറ്റ് 1000 അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി നികുതി ഇളവ് എന്താണ്? നികുതി ഇളവ് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാവന എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് ഇത് 100% നികുതി ഇളവ്, പൂർണ്ണ നികുതി ഇളവ് ഇതിനകത്ത് കിട്ടും. ഇലക്ട്രൽ ബോണ്ടിന് 100% നികുതി ഇളവ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ഇടപെട്ടു, ആരാണ് ഇതിനകത്തുള്ള കൊടുത്തതാര്, വാങ്ങിച്ചതാര് എന്നുള്ള കാര്യങ്ങൾ പൂർണ്ണ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കും. മനസ്സിലായോ? ഇനി ഇത് എല്ലാ സമയങ്ങളിലൊന്നും ഇതിൻ്റെ ട്രാൻസാക്ഷൻ പറ്റുകയില്ല. ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ മാസങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഇലക്ട്രൽ ബോണ്ട്. ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിൻ്റെ സംഭവങ്ങൾ നടത്തിക്കൊണ്ട് പോവുക. ഇതിൻ്റെ ട്രാൻസാക്ഷൻ അനുവദിച്ചിരിക്കുന്ന ഏത് സമയത്തും പറ്റത്തില്ല. ഏതൊക്കെ മാസങ്ങളാണ്? ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിൻ്റെ ട്രാൻസ്ഫർ ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് അനുവദനീയമായിട്ടുള്ളത്. ഇനി ഇത് എൻക്യാഷ് ചെയ്യുന്നതിനെ പറ്റി, അപ്പോൾ നമ്മൾ 10,000, 1,00,000, 1 കോടിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ വാങ്ങിച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ എൻക്യാഷ് ചെയ്യപ്പെടണം. എൻക്യാഷ് ചെയ്യപ്പെടുന്നതിനൊരു ഡേയ്സ് ലിമിറ്റ് ഉണ്ട്, 15 ദിവസത്തിനുള്ളിൽ എൻക്യാഷ് ചെയ്യണമെന്നാണ്. ലിക്വിഡ് ക്യാഷായിട്ട് അവർ കൺവേർട്ട് ചെയ്തെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ സംഭവം പോകുമെന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻക്യാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ എൻക്യാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡേയ്സ് ഓർത്ത് വെച്ചിരിക്കുക. 15 ദിവസത്തിനുള്ളിൽ എൻക്യാഷ് ചെയ്തില്ലെങ്കിൽ ഇത് ക്യാഷ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറിപ്പോകുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മുടെ തെരഞ്ഞെടുപ്പ് ലഘൂകരണം, ഡിജിറ്റൽ കറൻസിയെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ സുതാര്യത കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞത്. എങ്കിലും 2024 ഫെബ്രുവരി 15 ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് 2024 ഫെബ്രുവരി 15 അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിച്ചു. ഇപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ DY ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള 5 അംഗ ഡിവിഷൻ ബെഞ്ചാണ് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിച്ചത്. സോ എന്തൊക്കെയാണ് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ വിരുദ്ധമാണ്, ഏകപക്ഷീയമാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിനകത്ത് വരികയുണ്ടായി. ഇനി പറയുന്നത് എന്തുകൊണ്ടൊക്കെയാണെന്നുള്ള കാര്യങ്ങളിൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ സുതാര്യത കൊണ്ടുവരിക എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ കള്ളപ്പണം തടയുക മുതലായ കാര്യങ്ങൾ, അടിസ്ഥാന ആശയങ്ങൾ, ഇത് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ സുതാര്യത കൊണ്ടുവരിക, കള്ളപ്പണം തടയുക മുതലായ അടിസ്ഥാന ആശയങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഒരു പോരായ്മയായിട്ട് പറഞ്ഞത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഭരണത്തിലിരിക്കുന്ന സർക്കാരായിട്ടിരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്ക് അനിയന്ത്രിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും, അന്യായമായ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അവരുടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൂടുതൽ ആൾക്കാരെ, ഈ കോർപ്പറേറ്റുകളെയോ ധനകാര്യ സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ കമ്പനികൾ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളോടൊക്കെ സ്വാധീനം ചെലുത്തി അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്തിക്കൊണ്ട് അവർക്ക് അന്യായ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് വേറൊരു ദോഷവശമാണ്.
പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട ആളാണ് പൗരൻ. ആ പൗരൻ്റെ അറിയാനുള്ള അവകാശം ലംഘിക്കപ്പെടുകയാണ്. ജനാധിപത്യത്തിൽ അറിയാനുള്ള അവകാശം ഒരു പൗരന് എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ എത്ര രൂപ പാർട്ടിക്ക് കിട്ടി, ആരാണത് കൊടുത്തത്, എത്രയാണ് കൊടുത്തത് മുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് വിവരാവകാശ നിയമ ലംഘനമായിട്ട് വിലയിരുത്തുകയുണ്ടായി. മനസ്സിലായോ? ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം ഇത് മൗലിക അവകാശത്തിൻ്റെ ലംഘനമാണെന്ന് പറയും. ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്താണ്, ഇത് മൗലിക അവകാശം അറിയാനുള്ള ഒരു കാര്യം, അതായത് പൗരൻ്റെ അറിയാനുള്ള അവകാശം ലംഘിക്കപ്പെടുകയാണ്. എന്നതുപോലെ തന്നെ ഇത് ആരാണ് എന്താണ് എന്നുള്ളതൊന്നും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഉള്ളൊരിതായതുകൊണ്ട് ഇതൊരു അജ്ഞാത രാഷ്ട്രീയ സംഭാവന എന്നുള്ളൊരു നിലവാരത്തിലേക്ക് പോവുകയാണ് എന്നും കോടതി വിലയിരുത്തുകയുണ്ടായി. നിങ്ങൾ സ്വന്തം എന്ന് ആലോചിച്ച് നോക്കി, 19 എന്നൊക്കെ പറയുമ്പോൾ ആർട്ടിക്കിൾ 19 എവിടെ വരുന്നേ? ഉത്തരം പറയൂ, മനസ്സിൽ വന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മൗലിക അവകാശങ്ങളിൽ പെടും. ഏതാണ് ഭാഗം? കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതല്ലേ, പാർട്ട് 3. എൻ്റെ പിള്ളേർക്കാണെങ്കിൽ അതൊക്കെ കറക്റ്റ് മനസ്സിലേക്ക് വരണം. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഭരണഘടന ആർട്ടിക്കിൾ 19(1) പാർട്ട് 3 പ്രകാരം ഇതെന്താണ് മൗലിക അവകാശ ലംഘനമായും കോടതി വിലയിരുത്തുകയുണ്ടായി. ഇനി ഇതിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ ക്യാഷ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാം, ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും ബാധിക്കാം. കാരണം സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പിന്നെ നടക്കത്തില്ല. തെരഞ്ഞെടുപ്പിലായാലും നയരൂപീകരണത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഇതിൻ്റെ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരും. വാങ്ങിച്ച ആൾക്കും വരാം, കൊടുക്കുന്ന ആൾക്കും വരാം. മനസ്സിലായോ? അപ്പം അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തുവായിരുന്നു പറഞ്ഞ? കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ വരുമാനത്തിൻ്റെ 10% താഴെയോ അല്ലെങ്കിൽ 10% വരെ, ലിമിറ്റ് ഓഫ് 10%, മനസ്സിലായോ? അതുവരെയോ, അല്ലെങ്കിൽ ലാഭത്തിൻ്റെ 7.5% മാത്രമേ സംഭാവനയായിട്ട് കൊടുക്കാവൂ എന്നുള്ള ഒരു റൂള് വന്നെന്ന് പറഞ്ഞല്ലോ. നേരത്തെ നിലവിലുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭേദഗതി ചെയ്ത നിയമങ്ങളിൽ കമ്പനീസ് ആക്ട് 2013 ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഭേദഗതി ചെയ്തത്. അതുകൊണ്ട് അതൊരു ഏകപക്ഷീയമാണ്, ഒരാളുടെ മാത്രം നേട്ടത്തിന് വിലയിരുത്തിക്കൊണ്ട് ചെയ്തതാണെന്നുള്ള ഒരു സംഭവം കൂടി കണ്ടെത്തുകയുണ്ടായി. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, ഈ ഒരു സംഭവത്തിന് എന്താ പറയുക, നിരോധിക്കുന്നതിനായിട്ടുള്ള റീസണുകളായിട്ട് കണ്ടെത്തിയത്. പിന്നെ നമ്മളത് കൈക്കൂലി പോലെ ആക്ട് ചെയ്യുമെന്നുണ്ട്. അപ്പോൾ കുറേ പോയിന്റുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറേ ഭാഗത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനത് ഒന്നിച്ച് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെയാണ് ഇതിനകത്തായിട്ട് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാൾ വഴികളൊന്ന് ആലോചിച്ച് വയ്ക്കുക. 2017, 2018, 2022 എന്ന് പറയുന്നൊരു സമയത്തിൻ്റെ സെല്ലിംഗ് ഡേയ്സ് 70 നിന്ന് 85 ആയിട്ട് ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ള രീതിയിലൊരു ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2026 ഫെബ്രുവരി 15 ഇത് നിർത്തലാക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രൽ ബോണ്ട് എന്നതിനെ പറ്റി നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഇത് വീഡിയോ വ്യക്തമായിട്ട് കാണുക, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പോയിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിട്ട് വരുന്ന ഉണ്ടാകാം, അല്ലാതെ ചോദ്യങ്ങളുണ്ടാകാം. അപ്പോൾ ഡേറ്റുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ആവർത്തിച്ച് കാണുക, വസ്തുതകൾ മനസ്സിലാക്കുക. ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ യുക്തിപൂർവ്വം വിലയിരുത്തി ശരിയായ ഉത്തരത്തിലേക്ക് എത്തുകയും, ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ആണ് വരുന്നത്, അവതരിപ്പിച്ചത് ആരാണ്, ഏത് ബജറ്റിലാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്ന് നിലവിൽ വന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ചോദ്യങ്ങളുടെ ഉത്തരവും ഈ വീഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.